എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. ആദ്യം തന്നെ ഒരു വലിയ സോറി ചോദിച്ചോട്ടെ. കാരണം ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ മാസം 1 കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് അൺബോക്സിങ് വരെ ചെയ്യുന്നത്. എക്സാം ആയിരുന്നു വെച്ചാൽ എന്നാ ചെയ്യാൻ പെട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ നല്ല അടിപൊളി പാക്കേജിങ് ആയിരുന്നു. പ്രൊഡക്റ്റ് ഇവിടെ സേഫ് ആയിട്ട് എത്തി. അതുപോലെ തന്നെ ബബിൾ റാപ്പൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒറിജിനൽ ബോക്സിന് വേറെ ഡാമേജുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഒറിജിനൽ ബോക്സിലോട്ട് പോവുകയാണെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കളർ സ്കീമാണ് റിയൽമി പൊതുവേ അവരുടെ ഫോണുകൾക്ക് എല്ലാത്തിനും ചൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് റിയൽമി 1 ആയിരുന്നപ്പോൾ കംപ്ലീറ്റ് റെഡ് എന്നുള്ള രീതിയിൽ പോയിരുന്നു. ബട്ട് റിയൽമി 2 ഒക്കെ ആയപ്പോഴേക്കും റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലോട്ട് അവരെത്തി. എനിവേ നല്ലൊരു ഡിസൈൻ ചോയ്സ് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത്. ഇനി ഓവറോൾ ബോക്സിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ബോക്സിനേക്കാൾ അല്പം സൈസ് കൂടുതലാണ്. അതൊരു നല്ല കാര്യവുമാണ്. അതുപോലെ തന്നെ പാക്കേജിങ് നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. നല്ല സ്റ്റിഫ് ആൻഡ് സ്റ്റഡിയാണ് പ്രൊഡക്റ്റ് ബോക്സ് തന്നെ. പിന്നെ എല്ലാ സൈഡിലും റിയൽമി ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 3GB 32GB വേരിയൻ്റാണ് നമ്മുടെ ഇരിക്കുന്നത്. 5 watts 2 amps ആണ് ഇതിൻ്റെ ചാർജ് റേറ്റിംഗ്. സാർ വാല്യൂവിൻ്റെ കാര്യത്തിൽ ഒത്തിരി ടെൻഷൻ അടിക്കുന്ന ബഡീസ് ഒന്നും വിഷമിക്കേണ്ട. കാരണം റെഗുലേഷൻ്റെ ഒത്തിരി താഴെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ സാർ വാല്യൂ റേറ്റിംഗ്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ, ബാറ്ററി കപ്പാസിറ്റി, ഇതിൻ്റെ MRP എത്രയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഒരു മീറ്റിങ്ങിൽ റിയൽമിയും അതുപോലെ തന്നെ ഓപ്പോയും ഇനി 2 സെപ്പറേറ്റ് ബ്രാൻഡുകളായിട്ട് നിന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും റിയൽമിയുടെ പ്രൊഡക്ട്സ് ഓപ്പോ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു മോശം സംഗതിയല്ല കേട്ടോ. ഓപ്പോയുടെ മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്നത് പെട്ടിക്കകത്ത് വേറൊരു കുഞ്ഞു പെട്ടിയാണ്. ഈ കവറിനകത്ത് ഒരു ചെറിയ സിലിക്കൺ കേസും വാറണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് സേഫായിട്ട് വെക്കുക. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മുടെ റിയൽമി 2 സ്മാർട്ട് ഫോൺ തന്നെയാണ്. വളരെ നന്നായിട്ട് ഇതും പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് റാപ്പ് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബോക്സ് കോണ്ടൻറ്റ്സ് ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ കഴിയും. ഇനി നമുക്ക് വേറെ കിട്ടുന്ന ഒരു ചാർജർ കിട്ടുന്നുണ്ട്. 5 watts 2 amp ആണ് ഇതിൻ്റെ ചാർജിങ് റേറ്റിംഗ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ബാറ്ററി ചാർജ് ആവും. അതിനകത്തൊരു സംഗതിയുണ്ട്, കണ്ടോ, ഓപ്പോയാണ് ഈ ചാർജറും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ഓപ്പോയുടെ സ്മാർട്ട് ഫോൺ തന്നെയാണ്. പിന്നെ നമുക്ക് മൈക്രോ USB കേബിൾ കിട്ടുന്നുണ്ട്. മൈക്രോ USBക്ക് പകരം ഒരു Type-C കേബിൾ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മൈക്രോ USB ഇപ്പോൾ അല്പമല്ല ശരിക്കും പഴകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു Type-Cയിലോട്ട് മാറേണ്ട സമയമായി. അപ്പോൾ ഇത്രയും കണ്ടൻസാണ് റിയൽമി 2ൻ്റെ ബോക്സിലുള്ളത്. ഇനി ഈ ബോക്സിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു സംഗതിയുണ്ട്. അതെ, ഈ സിലിക്കൺ കേസ്. സാധാരണ ഫോണുകളുടെ ഒപ്പം വരുന്ന സിലിക്കൺ കേസുകളൊക്കെ പൊതുവേ കോമഡിയും ലോകപരാജയമാണ്, എടുത്ത് പള്ളേ കളയേണ്ട ഐറ്റങ്ങളാണ്. പക്ഷേ ഈ ബോക്സിൽ വന്ന ഈ സിലിക്കൺ കേസ് നല്ല അഡാറ് ക്വാളിറ്റിയാണ് മുത്തേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ USB പോർട്ട് കവർ ചെയ്യാനുള്ള ഒരു ലോക്ക് സൈഡ് നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റിഫായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആ പ്ലാസ്റ്റിക് റാപ്പർ എന്ന ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്, 10,000 രൂപയ്ക്ക് ഇത്രയും നല്ല ഡിസൈൻഡ് സ്മാർട്ട് ഫോൺ വേറെ ഇല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് Lenovo K9 വന്നു എങ്കിൽ പോലും ഞാൻ പറയുന്നു റിയൽമി 2ൻ്റെ ഈ ഡയമണ്ട് കട്ട് ഡിസൈൻ ഒരിക്കലും വേറൊരു കമ്പനിക്കും മിമിക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വളരെ യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഒരു കാര്യം ഫ്രണ്ട്സ്, ഇങ്ങനെ പുതിയ ഫോണുകൾ മേടിക്കുമ്പോൾ പുറകെ വരുന്ന ഈ IMEI സ്റ്റിക്കറുകളില്ലേ, അത് സൂക്ഷിച്ച് വെക്കുക. പിന്നീട് വാറണ്ടി പർപ്പസിന് വേണ്ടി അത് ഉപകരിക്കും. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ താഴെ വശത്ത് ഒരു മൈക്രോ USB പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്, ഒരു സ്പീക്കർ, 2 മൈക്കുകൾ എന്നിവ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ മുകൾ വശത്ത് ഇത് ഈ ഫോണിന് കാണാനില്ല. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇടത് വശത്ത് വോളിയം ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വലത് വശത്ത് പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ പുറകുവശത്ത് റിയൽമി ബ്രാൻഡിങ്, ഫിംഗർ പ്രിൻറ് സെൻസർ, ഡ്യുവൽ ക്യാമറ, ഫ്ലാഷ് എന്നിവ നൽകിയിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോണിന് ഹൈബ്രിഡ് സ്ലോട്ടല്ല, ട്രിപ്പിൾ സ്ലോട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് 2 സിമ്മും 1 മെമ്മറി കാർഡും ഈ സ്മാർട്ട് ഫോണിന് റൺ ചെയ്യാൻ കഴിയും.
ഈ സ്മാർട്ട് ഫോണിൽ ColorOS 5.2 എന്ന യൂസർ ഇൻ്റർഫേസ് ആണ് റൺ ചെയ്യുന്നത്. വളരെ ബൾക്കി ആയിട്ടുള്ളൊരു UI ആണ്. എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ. ഇത് ധാരാളം ബ്ലോട്ട്വെയറും ഇതിനോടൊപ്പം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആഡ് ചെയ്തിരിക്കുന്ന ബ്ലോട്ട്വെയറുകളിൽ മിക്കതും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. കുറച്ച് നേരത്തെ ഉപയോഗത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പല ഭാഗത്തും വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പാനൽ തൊട്ട് സെർച്ച് ബാറിൽ വരെ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കാണാൻ കഴിയും. സജസ്റ്റഡ് ആപ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ യൂസേജ് അനുസരിച്ച് പുതിയ പുതിയ ആപ്സ് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്മാർട്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിയൽമിനെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫീച്ചർ പാക്ഡ് UI ആണിത്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറിയൊരു സജഷൻ, നിങ്ങൾ 9,000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Realme 2 ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ Lenovo K9, Redmi 6 ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഒന്ന് നോക്കി ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് മാത്രം ഒരു പർച്ചേസ് ഡിസിഷനിലോട്ട് എത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആരെങ്കിലും കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.